ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയുടെ ഫോണിലോട്ട് അപ്പുവിൻ്റെ ഫോൺ വരുന്നുണ്ട്. എന്താ മോളെ, എന്താ അപ്പു, നിനക്കെന്തോ ടെൻഷനുള്ള പോലെ തോന്നല്ലോ മോളെ, എന്താണെങ്കിലും ചേച്ചിയോട് പറ. അപ്പു പേടിച്ച് വിറച്ച് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഫോൺ ചെയ്യുന്നത്. ചേച്ചി, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാണ്, എങ്ങനെങ്കിലും എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. പ്രശ്നമോ? എന്ത് പ്രശ്നമാ മോളെ, പെട്ടെന്ന് പറ മോളെ. നീ ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ വീട്ടിലിരിക്കുന്നതൊക്കെ വെട്ടി വിഴുങ്ങി തിന്ന് എല്ലിൻ്റെ ഇടയിലോട്ട് വറ്റി കയറി കഴിയുമ്പോൾ ദീപക്കിന് വല്ലാത്ത കുത്തലാണ്. അവനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെ വർത്തമാനം പറയുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു രഹസ്യാന്വേഷണെ പോലെ അവനിങ്ങനെ നടക്കുവാണ്. അവൻ നോക്കുമ്പോൾ ഋതിക ആരോടോ ഫോൺ ചെയ്യുന്നു. എന്താ ഇവള് ഫോൺ ചെയ്യുന്നത്? അപ്പുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അപ്പു ഇങ്ങനെ ഋതികയോട് പറയുവാണ്. ഋതികയും അത് കേട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ദീപക്ക് കാണുന്നത്. എന്തോ വലിയ സീക്രട്ട് വിഷയമാണല്ലോ, അതൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് അവനോട് മറിഞ്ഞു നിന്ന് ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. അപ്പു, നീ പേടിക്കണ്ട, ഞാൻ ഉടനെ അവിടെ എത്താം. ആ സ്ഥലം എവിടെയാണെന്ന് നിനക്കറിയാവോ? അത് ചേച്ചി, ഇവിടെ ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയാ. എന്നാൽ മോള് വെച്ചോ, ഞാൻ ഉടനെ എത്താം. രാജുവിനെ വിളിച്ചിട്ട് ഋതിക പറയുന്ന, രാജു എത്രയും പെട്ടെന്ന് ആ ജംഗ്ഷനിലോട്ടൊന്ന് വാ, ഞാൻ അവിടെ എളുപ്പം കാറുമായിട്ട് വരാം. എന്താ മേഡം, ഞാൻ വന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ ഋതിക പെട്ടെന്ന് കാറ് പെടുത്തോണ്ട് പോവുകയാണ്. അത് കണ്ടുകൊണ്ട് ദീപക്കും ഹെൽമെറ്റൊക്കെ ഇട്ട് ബൈക്കിൽ അവിടെ പുറകിലിങ്ങനെ വെച്ച് പിടിക്കുവാണ്. ഋതിക കാറ് കൊണ്ടുവന്ന് രാജുവിൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ രാജു ചോദിക്കുന്നു, എന്താ മേഡം, എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. രാജു പെട്ടെന്ന് ഈ കാറിലോട്ടൊന്ന് കയറ്. അപ്പോൾ ദീപക്ക് അവിടെ പുറകിൽ നിന്ന് കാണുന്നുണ്ട് ഇതൊക്കെ. അങ്ങനെ കാറിലിരുന്നുകൊണ്ട് ഋതിക രാജുവിനോട് പറയുന്നുണ്ട്, രാജു, നമ്മുടെ അപ്പുവിൻ്റെ ഫ്രണ്ട് മീരയില്ലേ, അവൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അവൻ്റെ പേര് മിഥുനെന്നാ. ഈ മിഥുനുണ്ടല്ലോ, മീരയ്ക്ക് കുറച്ച് ഗോൾഡൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. ആ ഗോൾഡൊക്കെ ഇട്ടുകൊണ്ട് മീര പുറത്തു പോകുമ്പോൾ കൂട്ടിന് അപ്പുവും ഉണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ കുറേ ഗുണ്ടകൾ മീരയും അപ്പൂനെയും തട്ടിക്കൊണ്ട് പോയി. എന്തുവാ മേഡം ഈ പറയുന്നത്? മേഡം പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. മീരയെ തട്ടിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അപ്പൂനെയും തട്ടിക്കൊണ്ട് പോയെന്നാ പറയുന്നത്. അപ്പൂനെ എന്തിനാ തട്ടിക്കൊണ്ട് പോയത്? അതൊന്നും എനിക്കറിയില്ല രാജു. അവരെ എവിടെയാ കൊണ്ടുപോയിരിക്കുന്നതെന്ന് വല്ലതും പറഞ്ഞോ? അതും മലയൻകീഴിനടുത്തുള്ള ഒരു ഗോഡൗൺ ആണെന്നാണ് പറഞ്ഞത്. മേഡം എളുപ്പം ഒന്ന് സ്പീഡിൽ ഓടിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഗുണ്ടകൾ അപ്പൂൻ്റെ കൈയെല്ലാം പുറമോട്ട് കെട്ടിവെച്ചിരിക്കുമായിരുന്നു. അതെങ്ങനെയോ ലൂസാക്കിയാണ് അവർ കാണാതെ അപ്പു ഋതികയെ വിളിച്ചത്. അവരത് കണ്ടുപിടിച്ചിട്ട് അപ്പുവിനെ ഉപദ്രവിക്കുകയാണ്. നീ ആർക്കാടി ഫോൺ ചെയ്തത്? ആരായാലും നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വന്ന പിന്നെ ജീവനോടെ പോകത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദ്രവിക്കുന്നുണ്ട്. മിഥുനെ ആ ഗുണ്ട ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വിശ്വാസവഞ്ചന കാണിച്ച നിന്നെ ഇനി ഞാൻ എന്താടാ ചെയ്യേണ്ടത്? സോറി ചേട്ടാ, ഇനി ഞാനിതൊക്കെ ആവർത്തിക്കത്തില്ല എന്നൊക്കെ അവൻ മിഥുൻ കരഞ്ഞു പറയുന്നെങ്കിൽ അവർ ശരിക്കെട്ട് ഉപദ്രവിക്കുവാണ്. എടാ, ഈ ചേഞ്ച് ടീമിൽ നിന്നെ മെമ്പറാക്കിയപ്പോൾ നിന്നോട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് വല്ലതും നിനക്ക് ഓർമ്മയുണ്ടോ? ചില ഡിമാൻഡുകൾ നമ്മൾ ഉണ്ടായിരുന്നു. അതൊക്കെ നിനക്കറിയാലോ. അറിയാൻ ചേട്ടാ. എന്നാൽ നീ അതൊന്ന് പറഞ്ഞ് ഇവളുമാരൂടെ കേൾക്കട്ടെ. അത് പിടിച്ചു പറിച്ചുകൊണ്ട് വരുന്ന ഗോൾഡെല്ലാം അണ്ണനെ ഏൽപ്പിക്കണമെന്ന്. എന്ന് വെച്ചാൽ വഴിയെ പോകുന്നവരെയും വീട്ടുമുറ്റത്ത് വാതക്കൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുടെയും കഴുത്തിൽ കിടക്കുന്ന മാല ബൈക്കിൽ ചെന്ന് നീ പുറകിൽ കൂടെ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് വരണം. എന്നിട്ടത് എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. ഞാനത് വിറ്റ് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം നിങ്ങൾക്കൊക്കെ തരും. ഇതല്ലായിരുന്നോടാ ഡിമാൻഡ്? എന്നിട്ട് നീ എന്താടാ ചെയ്തത്? മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണം നിൻ്റെ ഈ കാമുകിക്ക് കൊണ്ട് കൊടുത്ത് അല്ലേടാ? അവളുടെ പ്രേമം പിടിച്ചു പറ്റാനായിട്ട്. ഞങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചിലവാക്കേണ്ടതാ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ്. നീ കട്ടെടുത്ത മാലകൾ പലതും നിന്റെ ഈ പ്രണയിനിക്ക് സമ്മാനമായി കൊടുത്തില്ലേടാ? എന്നാൽ ഇനി ആ പരിപാടി വേണ്ടടാ. ഇതിനൊരവസാനം കാണാൻ വേണ്ടി തന്നെടാ നിന്നെയും ഇവളുമാരെയും കൂടെ സിനിമാ തിയേറ്ററിൽ നിന്ന് പൊക്കിയത്. അപ്പൂനെ നോക്കിയിട്ട് പറയുന്നു, പക്ഷേ ഇവള് നിരപരാധിയായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യാനാ കൊച്ച്, ഇവൻ്റെ കാമുകിയുടെ തോഴിയായി പോയില്ലേ നീ? അതുകൊണ്ട് നീയും അനുഭവിക്ക്. മിഥുൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ വിട്ടയക്കണമെണ്ണ, മേലിൽ ഇനി ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യില്ല. നിന്നെ വിട്ടയക്കാനോ? കാമുകിയുടെ പ്രണയം കിട്ടാൻ വേണ്ടിയേ നീ ഞങ്ങളെയൊക്കെ വഞ്ചിച്ച്. അതിന് നീ രക്തസാക്ഷിയായേ പറ്റൂ. പിന്നെ താണ്ട് ഇവളുമാര്, ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അറിയാവോടാ? ഇവളുമാരെ ഞങ്ങൾ പൊന്നും വിലയ്ക്ക് അങ്ങോട്ട് വിൽക്കും. അപ്പോൾ വേറൊരു ഗുണ്ട പറയുക, ഒരു വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആ വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി അങ്ങ് വിടും. അപ്പോഴേക്കും രാജുവും ഋതികയും അവിടെ വന്നു കഴിഞ്ഞു. അവരിതൊക്കെ കാണുന്നുണ്ട്. മറു സൈഡിൽ ദീപക്ക് ഒളിഞ്ഞു നിന്നതെല്ലാം കാണുവാണ്.
ഇവളുമാരെ ആ വണ്ടിയിലോട്ട് കയറ്റി വിട്ടിട്ട് നിന്നെ ഞങ്ങൾ പീസ് പീസാക്കി ആ പുറം കടലിൽ കൊണ്ടുപോയി തള്ളും. ഇതൊക്കെ കേട്ടപ്പോൾ ഋതിക അങ്ങ് ഭയന്ന് വിറയ്ക്കുക. രാജു എന്തു ചെയ്യും? നമ്മുടെ അപ്പു. മേഡം പേടിക്കാതെ, ഇവർ ഡ്രഗ് അഡിക്റ്റായ കള്ളന്മാരാണ്. ഇവന്മാർ കഞ്ചാവും മയക്കുമരുന്നും കള്ളുമൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി നടത്തുന്ന പരിപാടി ഇതൊക്കെ. ഇവന്മാരെ പോലുള്ളവരിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. എന്ത് ചെയ്യാനാ, അവരുടെ പിടിയിലായിപ്പോയി നമ്മുടെ അപ്പു. മേഡം പേടിക്കാതെ, ഞാനില്ലേ കൂടെ. മേഡം ആദ്യം അകത്തോട്ട് ചെല്ല്. ഞാൻ മിനിസ്റ്ററുടെ മകളാണ്, അപ്പുവിനെ വിട്ടു തരണമെന്ന് ധൈര്യത്തെ ചെന്ന് പറ. അയ്യോ രാജു, എൻ്റെ മേഡം, ഒരു പ്രതിസന്ധി വന്നാൽ അതെങ്ങനെ നേരിടണമെന്ന് മേഡം പഠിക്കണമല്ലോ. ധൈര്യവും ചങ്കൂറ്റവും ഉള്ള ഒരു പെണ്ണാണ് മേഡമെന്ന് മേഡം തന്നെ തെളിയിക്കണം. അങ്ങനെ സകല ധൈര്യവും സംഭരിച്ച് നമ്മുടെ ഋതിക ഗുണ്ടകളുടെ മുന്നിലോട്ട് ചെല്ലുവാണ്. ഋതികയെ കണ്ടോണ്ട് ഗുണ്ട ചോദിക്കുന്നു, ഇവളിങ്ങനകത്ത് വന്ന് ആരാടി നീ? ഒച്ച ഉണ്ടാക്കുന്നോടാ, മിണ്ടാതിരിക്കടാ. ആളുകളെ പേടിപ്പിക്കാൻ നോക്കുവാണോടാ നീ ആരാടി? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ മകളാടാ ഞാൻ, ഋതിക വർമ്മ. ഋതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പൂന് സന്തോഷമായി. നിങ്ങൾ ഈ കെട്ടിയിട്ടിരിക്കുന്നതിൽ ഒരാൾ ഇവളുണ്ടല്ലോ, എൻ്റെ അനുജത്തിയാ. അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആഹാ, നീ കൊണ്ടുപോവോ? ഞാൻ കൊണ്ടുപോവുകടാ. കൊണ്ടുപോകുമെന്ന് വെച്ചാൽ കൊണ്ടുപോയിരിക്കും. കേട്ടോടാ മക്കളെ, ഇവള് വന്നതേ ഈ പെണ്ണിനെ കൊണ്ടുപോകാനാണ്. എന്താടാ സംശയം? കൊണ്ടുപോകാനാ ഞാൻ വന്നതെങ്കിൽ കൊണ്ടുപോയിരിക്കും. ഇതൊക്കെ പൊട്ടൻ ദീപൊക്കെ അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു ഗുണ്ട പറയുന്നു, ഒരു വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വരും, അതിൽ ഞങ്ങൾ നിന്നെയും കൂടെ കയറ്റി അങ്ങ് വിടും. അപ്പം മെയിൻ ഗുണ്ട പറയുക, ഇവരെക്കാളൊക്കെ കൂടുതൽ വില നിനക്കായിരിക്കും കിട്ടുന്നത്. നിന്നെ കിഡ്നാപ്പ് ചെയ്യാതെ ഞങ്ങളുടെ മാളത്തിലോട്ട് വന്നു കയറിയ നീ ഞങ്ങളുടെ ഒരു ഭാഗ്യവാടി. ഒരു മിനിസ്റ്ററുടെ മകള് വന്നേക്കുന്നു, ഇവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഋതികയുടെ കഴുത്തിലോട്ട് അവൻ പിടിക്കുകയും രാജു ചാടി ഒരു വീഴ്ചയാണ് അവൻ്റെ ഗുണ്ടയുടെ മണ്ടയ്ക്കോട്ട്. ആരടാ നീ? ഞാൻ ആരാടാന്നുള്ളത് നിനക്ക് കാണിച്ചു തരടാ എന്നും പറഞ്ഞ് രാജു അവനെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും ചാർത്തുവാണ്. ഋതിക അപ്പോഴേ അപ്പുവിൻ്റെയും കൂടെയുള്ള പെണ്ണിൻ്റെയും കൈകാലുകൾ കെട്ടിയിട്ടിരുന്നതൊക്കെ അഴിച്ചു മാറ്റി. അങ്ങനെ അവന്മാരെയെല്ലാം അടിച്ച് താഴെയിട്ട് ഋതികയും രാജുവും ചേർന്ന് കയറിട്ട് അവന്മാരെയെല്ലാം കെട്ടി അവിടെ ഇട്ട്. രാജു പറയുന്നു, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിൽ നീയൊക്കെ എന്തൊക്കെ കൊള്ളരായ്മകളാടാ കാണിച്ചു കൂട്ടുന്നത്. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കും. നിനക്ക് മനസ്സിലായോടാ ഞാൻ പറഞ്ഞത്? ഇവരെ കൊണ്ടുപോകാനാ വന്നതെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കുമെന്ന്. ഇനി നീയൊക്കെ ജയിലിലാടാ, പുറം ലോകം നിന്നെയൊന്നും കാണിക്കത്തില്ലടാ. വാ അപ്പു എന്നും പറഞ്ഞ് ഋതിക അവരെങ്ങളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ രാജുവും അവരെല്ലാവരും പുറത്തോട്ട് പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ശിഖണ്ഡി ദീപക് അവരുടെ അടുത്ത് ചെന്നിച്ച് പറയുന്നു, ഞാൻ നിങ്ങളുടെ രക്ഷകനാ, ശത്രുവല്ല കേട്ടോ. അണ്ണൻ്റെ പേരെന്തുവാ എന്നൊക്കെ ചോദിച്ച് അവൻ്റെ പേരും ഫോൺ നമ്പരും ഒക്കെ വാങ്ങിച്ചിട്ട് അവന്മാരുടെ കെട്ടുമൊക്കെ അഴിച്ചു വിട്ടിട്ട് ദീപക് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാജു ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, എടി കൊച്ചേ, നിൻ്റെ അച്ഛനെന്തോ ജോലി? അച്ഛനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അമ്മയോ ഒരു തുണിക്കടയെ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്നു. ഇതുങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിന്നൊക്കെ വളർത്തുന്നു. അപ്പം നീയൊക്കെ കാണിക്കേണ്ട ഇതാണോടി മര്യാദ? ഇവനെ പോലുള്ളവരുടെ കൂടെ സിനിമാ തിയേറ്ററിലും ഐസ്ക്രീം പാർലറിലൊക്കെ കറങ്ങി നടക്കുന്നു. എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി പേരൻസിനെ സഹായിക്കുന്നതിന് പകരം അതിനു മുമ്പ് തുടങ്ങിയിരിക്കുന്ന പ്രേമം മൊട്ടേന്ന് വിരിഞ്ഞില്ല. പ്രേമവും ഗിഫ്റ്റ് കൊടുപ്പുമൊക്കെ. ഒരു ഷാജഹാനും മുന്താസും അതായിരിക്കും വിചാരം. എൻ്റെ കൊച്ചെ, ഈ വക അലവലാദികളോടൊക്കെ നടന്നാലേ ജീവിതം കട്ടപ്പുകയാകത്തതേ ഉള്ളൂ. അല്ല, എവിടെ വെച്ചാ അവനെ കണ്ടത്? എവിടെ വെച്ചാ പ്രേമമൊക്കെ തുടങ്ങിയത്? അതും മൊബൈൽ ഫോണിൽ കൂടെ. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഒരു മീഡിയേറ്റർ പോലൊരു ഫോണ്. ഇവൻ നിനക്കൊരു ഹായിട്ട്, അത് കിട്ടേണ്ട താമസം ഉടനെ തന്നെ നീ ഒരു ഹായിട്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമവും തുടങ്ങി. എടാ, മദ്യവും മയക്കുമരുന്നും പിന്നെ നിന്റെ തരികിട പ്രേമവും അല്ലേടാ. നിന്നെ ഞങ്ങൾ പോലീസിൽ കൊടുക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? ഒരുപക്ഷെ നീയും അതിൽ പോയി അറിയാതെ പെട്ടുപോയതാണെങ്കിലോ എന്ന് കരുതിയാ. മര്യാദയ്ക്ക് ഇനിയെങ്കിലും ജീവിക്കാൻ നിനക്ക് ഞങ്ങളൊരവസരം തരുക. ക്ഷമിക്കു ചേട്ടാ എന്നങ്ങനെ അവൻ പറയുമ്പോഴത്തേക്കും അപ്പു കൈനീട്ടി വലിച്ചൊരൊറ്റടി അവിടെ കൂട്ടുകാരുടെ കർണക്കുറ്റിക്ക്. ഇവനെ പോലെയുള്ള തല്ലിപ്പൊളികളെ പ്രേമിക്കരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേടി എന്നും പറഞ്ഞാണ് അപ്പുവിൻ്റെ അടി. ഞാൻ നിന്റെ ഫ്രണ്ടായതിൻ്റെ പേരിൽ ഞാനും അവൻ്റെ ട്രാപ്പിൽ പെട്ടില്ലേടി. രാജു പറയുന്നു, ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് തിരക്കി അറിഞ്ഞിരിക്കണം. അപ്പു കരഞ്ഞുകൊണ്ട് ഋതിയെ കെട്ടിപ്പിടിക്കുവാണ് ചേച്ചിയെന്നും പറഞ്ഞു. കുട്ടി, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞാൽ നീ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇവനെ പോലെയുള്ള യൂസ്ലെസ്സുകളൊക്കെ ഗിഫ്റ്റായിട്ട് ഗോൾഡൊക്കെ തരുമ്പോൾ ഒന്ന് ആലോചിക്കണം. അതൊക്കെ ഇവൻ എവിടുന്ന് കിട്ടിയെന്ന്. വില കൂടിയ പല സമ്മാനങ്ങളുടെയും പിന്നിലെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഋതിക ആ കുട്ടിയോട് പറയുന്നുണ്ട്, രാജു പറഞ്ഞതെല്ലാം കേട്ടല്ലോ. തെറ്റ് തിരുത്തി നല്ല രീതിക്ക് നിനക്ക് ജീവിക്കാമെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നീ ഞങ്ങളോടൊപ്പം വാ. നിന്നെ ഞങ്ങൾ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം.
മിഥുനോട് രാജു പറയുന്നുണ്ട്, എടാ ഇനി മേലെ നീ ഈ കുട്ടിയുടെ പുറകിനെങ്ങാണം നടന്നിട്ടുണ്ടെങ്കിൽ ആടി പിന്നെ നിനക്ക് പാർസലായിട്ട് വരും. ദീപക് കഴിച്ചു വിട്ട ഗുണ്ടകളെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ഓടുവാണ്. പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് ഓടണോടാ എന്നും പറഞ്ഞ് അവന്മാരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ രാജുവും ഹൃതിയും അപ്പും എല്ലാവരോടും ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. നടന്നുപോയ സംഭവങ്ങളൊക്കെ ഓർത്ത് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. രാജു ചോദിക്കുക, എന്തായത് ആരും ഒന്നും മിണ്ടാതെ അവാർഡ് ഫിലിം പോലെ ഇരിക്കുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേരെ. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുക വിഷമിക്കുക ഒന്നും ചെയ്യരുത്. എൻ്റെ അച്ഛൻ പലപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, തെറ്റു പറയുന്നത് ഒരു തെറ്റല്ല, തെറ്റു പറഞ്ഞിട്ട് അത് തിരുത്താത്തതാണ് തെറ്റ്. അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫ്രണ്ട് ചെയ്ത ഒരു തെറ്റിന് അറിയാതെ അപ്പുവും ശിക്ഷ അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. ചേച്ചി രാജുവേട്ടനെയും കൂട്ടി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായേനെ? അങ്ങനെയൊക്കെ ആലോചിച്ചാൽ പിന്നെ ടെൻഷൻ അടിക്കാനേ സമയമുള്ളപ്പോ, അതുകൊണ്ട് അതൊക്കെ നീ അങ്ങ് മറന്നേരെ. രാജു പറയുക, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ നടന്ന കാര്യം ഒന്നും വീട്ടിലാരും അറിയണ്ട. അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ശേഖരൻ സാറിനും യാമിനി മേഡത്തിനും ഇതൊക്കെ അറിയുമ്പോൾ ആകെ ഒരു ടെൻഷനാവും, അതുകൊണ്ട് പറഞ്ഞതാ. ഹൃതിക പറയുക, മോളെ അപ്പു, രാജു പറഞ്ഞത് ശരിയാ, ആവശ്യമില്ലാതെ എൻ്റെ മോൾ അതിനൊക്കെ വഴക്ക് കേൾക്കേണ്ടി വരും. അതുമാത്രമല്ല, അമ്മായിയും ദീപക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും കൂടെ വിവരങ്ങളൊക്കെ അറിയിച്ച് വീട്ടിലൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. അവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലയോ. അതുകൊണ്ട് തന്നെ മേഡം ഞാൻ പറഞ്ഞത് വീട്ടിൽ ഇക്കാര്യം പറയരുതെന്ന്. അപ്പു ചോദിക്കുന്നു, അപ്പോൾ ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് ഞാൻ നേരത്തെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? രാജു പറയുക, ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഒരു നുണ പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. സൂര്യമംഗലത്തുനിന്ന് സരസ്വതി തമ്പുരാട്ടി വന്നിരിക്കുന്നത് കൊണ്ട് അപ്പു ഓണം അവധി ഒരാഴ്ച മുമ്പേ കൂട്ടി അങ്ങ് എടുത്തെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് കൊള്ളാൻ രാജു, നല്ലൊരു ഐഡിയ. അപ്പു ചോദിക്കും, അല്ല ആരായി സരസ്വതി തമ്പുരാട്ടി? അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതി തമ്പുരാട്ടി ആരാണെന്ന് ഇതുവരെയും അപ്പു അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി പതുക്കെ ആരാണെന്നുള്ള വിവരമൊക്കെ ഹൃതിക അപ്പുവിനോട് പറഞ്ഞു കൊടുക്കും. എന്നാൽ ദീപക് ആ ഗുണ്ടകളെ കണ്ടതും അവന്മാരുടെ നമ്പർ വാങ്ങിച്ചതുകൊണ്ട് അവൻ ആ നമ്പർ വെച്ച് ഇനി എന്തൊക്കെ കളികളാണ് കളിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ അടുത്ത റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.